ഹലോ, നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്ന മൾട്ടി ഫംഗ്ഷൻ ഡിജിറ്റൽ മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് സിംഗിൾ ഫേസ് ലൈനിലാണ് കണക്ട് ചെയ്തത്. കാരണം ഈ മീറ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നതും സിംഗിൾ ഫേസ് മീറ്ററിന് വേണ്ടിയാണ്. ഇത് DBയിൽ കണക്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ വീഡിയോ കണ്ട പലരും ആവശ്യപ്പെട്ടതാണ് ഇത് 3 ഫേസ് ലൈനിൽ ഇത് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന്. എന്നാൽ നമുക്കിത് 3 ഫേസ് ലൈനിലും ഇത് കണക്ട് ചെയ്യാം. അതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ കാണുന്ന 2 ടെർമിനലിലേക്കാണ് ഇതിലേക്ക് സപ്ലൈ കൊടുക്കുന്നത്. ഈ മീറ്റർ പ്രവർത്തിക്കുവാൻ വേണ്ടി മാത്രം കൊടുക്കുന്ന സപ്ലൈ ആണ്, അല്ലാതെ നമുക്ക് ലോഡുമായിട്ട് അതിന് ബന്ധം ഉണ്ടാവില്ല. അത് ടൈറ്റ് ചെയ്യുന്ന സ്ക്രൂ ആണ് ഈ 2 കാണുന്നത്. ഇതിന് പൊളാരിറ്റി ഒന്നുമില്ല. ഫേസും ന്യൂട്രലും ഏത് രീതിയിൽ വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ CT, അതായത് ഇതിൻ്റെ കറണ്ട് ട്രാൻസ്ഫോമർ ഇതിനുള്ളിലാണ്. അതുകൊണ്ട് നമ്മൾ ലോഡിലേക്ക് പോകുന്ന വയറ് ഈ ഹോൾ വഴി കടത്തി ഈ ഭാഗത്തൂടെ എടുത്താണ് ലോഡുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. അതിനുശേഷം ഇത് ഓൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ ഇതിൻ്റെ വാട്ട്സ്, ഇതെടുക്കുന്ന കറണ്ട്, എടുക്കുന്ന യൂണിറ്റ്, പവർ ഫാക്ടർ, വോൾട്ടേജ്, ഇതെല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ മീറ്റർ DBയിൽ കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫേസ് ലൈന് ഒരു സ്വിച്ച് കണക്ട് ചെയ്യുകയോ അതല്ലെങ്കിൽ ഒരു MCB കണക്ട് ചെയ്യുകയോ ചെയ്യുക. MCB ആയിരിക്കും കൂടുതൽ സൗകര്യം. അതങ്ങനെ കണക്ട് ചെയ്താൽ നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഇതിലെ സ്വിച്ച് ഓഫ് ചെയ്താൽ ഈ മീറ്റർ ഓഫ് ആകും. പക്ഷേ എന്നാലും സപ്ലൈയിൽ യാതൊരു വ്യത്യാസമൊന്നും വരില്ല. അത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ മീറ്ററിലേക്കുള്ള സപ്ലൈ ഈ റെഡ് വയർ ഈ MCB വഴിയാണ് കണക്ട് ചെയ്ത് ഈ RCCBയുടെ ബ്ലൂ ഫേസിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഇതിങ്ങനെ കൊടുത്തത് ഈ ബ്ലൂ ഫേസ് തന്നെയാണ് ഈ റോയിൽ വരുന്നത്. അതുകൊണ്ടാണ് ഫേസ് കഴിവതും മാറ്റി കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഒരേ ഫേസ് തന്നെ കൊടുത്തത്. അത് ഈ RCCBയുടെ ഔട്ട്പുട്ടിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ മറ്റു ഭാഗത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ ഫേസ് സെലക്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഫേസ് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇതിലേക്ക് സപ്ലൈ വന്നില്ലെങ്കിൽ മീറ്ററും ഓഫ് ആകും. അതുകൊണ്ടാണ് ഈ RCCBയുടെ ഔട്ടിൽ നിന്ന് തന്നെ ഇതിന് സപ്ലൈ എടുത്തത്. ഇതിൻ്റെ ന്യൂട്രൽ വയർ നേരിട്ട് RCCBയുടെ ഔട്ട്പുട്ടായ ന്യൂട്രലിലേക്ക് തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ MCB ഓൺ ചെയ്താൽ മാത്രമേ ഇതിലേക്ക് സപ്ലൈ വരികയുള്ളൂ. അപ്പോൾ ഇത് DBയിലായതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെ ഓൺ ചെയ്തിടണമെന്നില്ല. ആവശ്യമുള്ള സമയത്ത് ഈ MCB ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ മീറ്റർ ഓണാകും. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്തിടാവുന്നതാണ്. കാരണം ഈ ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടിരിക്കുന്ന മീറ്റർ നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ രീതിയിൽ ഇത് കണക്ട് ചെയ്യുവാൻ പറഞ്ഞത്. ഈ മീറ്റർ സിംഗിൾ ഫേസിൽ ഉപയോഗിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ നമുക്കിതിൽ 3 ഫേസ് ലൈനും ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സിംഗിൾ ഫേസ് ലൈനിൽ നമ്മൾ ഫേസ് ലൈനായിരുന്നു ഇതിൻ്റെ ഈ CT വഴി കടത്തി ലോഡിലേക്ക് കണക്ട് ചെയ്തത്. എന്നാൽ ഇവിടെ 3 ഫേസ് ആയതുകൊണ്ട് 3 ഫേസ് വരുന്നതുകൊണ്ട് അത് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിൽ ചെയ്യേണ്ടത് ഇതിൻ്റെ ന്യൂട്രൽ വയർ, അതായത് ഈ RCCBയുടെ ഔട്ടിൽ നിന്ന് പോകുന്ന ഈ ന്യൂട്രൽ വയർ വേണം ഈ CT വഴി കടത്തി ഇതിൻ്റെ ന്യൂട്രൽ ബാറുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്. ഈ മീറ്റർ DBയിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ പവർ സപ്ലൈ ഈ MCB വഴിയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് RCCBയുടെ ന്യൂട്രൽ ഔട്ട് ഇതിൻ്റെ CT വഴി ന്യൂട്രൽ ബാറിലേക്ക് കൊടുത്തിരിക്കുന്നു. ലൈനിലെ ലോഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ 2005 വാട്ട്സാണ് ലൈനിൽ ലോഡ് ചെയ്തിരിക്കുന്നത്. ഇത് വോൾട്ടേജിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ചെറിയ രീതിയിൽ അതിലെ വാട്ട്സിൽ വ്യത്യാസം കാണിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ന്യൂട്രൽ ലൈൻ വഴിയാണ്. ഇത് ഓഫ് ചെയ്താലും പ്രശ്നമില്ല. നമ്മൾ വർക്ക് ചെയ്യുന്ന എല്ലാ ലോഡുകളും അതേ രീതിയിൽ തന്നെ പ്രവർത്തിച്ചോളും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ഈ സ്വിച്ച് ഓൺ ചെയ്താൽ ഇതിൻ്റെ റീഡിങ് ഇതിൽ കിട്ടും. പക്ഷേ ഇതിൽ വരുന്നത് ഈ 3 ഫേസിൻ്റെയും ടോട്ടൽ വാട്ട്സ് ആണ്. ഇനി നമുക്കിതിൽ ഏതെങ്കിലും ഒരു ഫേസിൻ്റെ മാത്രം അറിയണമെങ്കിൽ ഒന്നുകിൽ ഫേസ് സെലക്ടർ 0യിലേക്ക് ആക്കുക, അതല്ലെങ്കിൽ ആ ഫേസ് ലൈനിൽ വരുന്ന എല്ലാ MCBകളും ഓഫ് ചെയ്യുക. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നോക്കിയാൽ ഓരോ ഫേസിൻ്റെ ലോഡും ഇതിലറിയാൻ പറ്റും. അതല്ലെങ്കിൽ 3 ഫേസിൻ്റെയും ടോട്ടൽ ലോഡ് ഇതിൻ്റെ CT ന്യൂട്രൽ വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് 3 ഫേസിൻ്റെയും ടോട്ടൽ കറണ്ടായിരിക്കും ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഈ CT വഴി കണക്ട് ചെയ്യുന്നത് അതിൻ്റെ ഫേസ് ലൈനാണ്. ഈ ന്യൂട്രൽ ലൈൻ കൊടുക്കുമ്പോൾ വരുന്നൊരു പ്രശ്നം, ഏതെങ്കിലും കാരണവശാൽ ഈ ഫേസ് ലൈനിൽ കറണ്ട് ലീക്കേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കറണ്ട് ലീക്കേജ് നേരെ എർത്തിലേക്കാണ് പോകുന്നത്, ഒരിക്കലും ന്യൂട്രലിലേക്ക് വരില്ല. ന്യൂട്രലിലേക്ക് വരാത്തത് കൊണ്ട് ഈ മീറ്ററിൽ ആ റീഡിങ് അത് കാണിക്കില്ല. എന്നാലും നമ്മൾ RCCBയുടെ ഔട്ടിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. 30 മില്ലി ആംപിയർ കൂടുതൽ കറണ്ട് ലീക്കേജ് വന്നാൽ RCCB ട്രിപ്പ് ആവും. ഇപ്പോൾ കാണിക്കുന്നത് ടോട്ടൽ വാട്ട്സ് ആണ്. ഈ 3 ഫേസിൻ്റെയും ടോട്ടൽ വാട്ട്സ്. അതിനുശേഷം കാണിക്കുന്നത്
എടുക്കുന്ന യൂണിറ്റ് KWH, വീണ്ടും ലൈൻ വോൾട്ടേജ്. ഇതിലേക്ക് ഏത് ഫേസിൽ നിന്നാണോ സപ്ലൈ കൊടുത്തിരിക്കുന്നത് ആ ലൈൻ വോൾട്ടേജ് ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. അടുത്ത ഫ്രീക്വൻസി, പിന്നീട് വരുന്നത് കറണ്ട്, പവർ ഫാക്ടർ. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരേ സമയം തന്നെ ഈ മീറ്ററിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ മീറ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ മീറ്ററിന് ഏകദേശം 1000 രൂപയെ വില വരുന്നുള്ളൂ, പക്ഷേ GST പുറമേ വരുന്നതാണ്. ഈ മീറ്റർ ലഭ്യമാകുന്ന ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഇതിൻ്റെ ആദ്യ കമൻറ്റിലും കൂടാതെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ്. ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി.